ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ നേരം വെളുത്തു നല്ലൊരു സൂര്യോദയം കാണാനായിട്ട് പറ്റി. ഇളം വെയിലിൽ നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈയിടെയായിട്ട് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ വെള്ളം ഒഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വെയിലത്ത് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ, സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വെള്ളം ഒഴിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇച്ചിരി കൂടി നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ വന്ന് ഡ്രസ്സെല്ലാം മാറി നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്ത് കാര്യത്തിന് പുറത്ത് പോകുന്നതെന്നുള്ളത് പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പതിവ് പോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് സാരി ഉടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ സാരി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ സാരിയാണ് കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സാരിയാണ്. എന്നാലും ഞാൻ അങ്ങനെ എപ്പോഴൊന്നും സാരി ഉടുക്കുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചീത്തയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ സാരി ഉടുക്കാനായിട്ട് പറ്റുള്ളൂ. ഉടുക്കാൻ അറിയില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഉടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി കനം കുറഞ്ഞ സാരിയായ കാരണം കൊണ്ട് ഇങ്ങനെ കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കണ്ടോ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ തൂങ്ങി താഴത്തേക്ക് വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞൊറിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ ഇട്ട് കാണൂല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ 1 ലെയറിലാണ് സാരി ഉടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഈ സാരി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, ഇത് ഒരുപാട് ബ്രൈറ്റ് കളറാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള സാരിയായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കല്യാണിയിൽ നിന്ന് എടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ. കുറേ വർഷമായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കല്യാണിയിൽ നിന്ന് എനിക്ക് അങ്ങനെ സാരികളൊന്നും എടുത്തിട്ട് പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് പിന്നെ കല്യാണമാണല്ലോ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കട. നമുക്കൊരു തുണി എടുക്കണമെന്ന് തോന്നി ഓടി കല്യാണങ്ങളിലൊക്കെ ആയിരിക്കും പോവുക. അതൊരു വിശ്വാസം പോലെയാണ് കേട്ടോ. പിന്നെ സാരി എന്ന് പറയുന്നത് ഏത് സ്ത്രീകൾക്കും ആർക്കെടുത്താലും ഭംഗിയുള്ള ഒരു വസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ കുറച്ചുകൂടി സ്ലിമ്മാക്കി കാണിക്കാനും നമ്മുടെ ആ ഒരു തനിമ പുറത്തേക്ക് വരുമെന്ന് പറയില്ല. മറ്റേത് ഡ്രസ്സ് ഇടുന്നേക്കഴിഞ്ഞും ഏത് സ്ത്രീകളാണെങ്കിലും സാരി ഉടുത്ത് കാണുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും എല്ലാവർക്കും സാരി. എൻ്റെ മിക്ക സാരീസ് ഞാൻ എടുത്തിട്ടുള്ളത് കല്യാണിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. നാട്ടിലൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ എടുക്കാറുണ്ട്. അത് പണ്ടൊന്നും അങ്ങനെ എടുക്കാറില്ല, ഇപ്പോൾ പിന്നെയും ഒരെണ്ണമെങ്കിലും എടുത്തിട്ട് ഞാൻ പോരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സാരിയൊക്കെ എടുക്കാനായിട്ട് എന്തോ ഒരു പൂതി എന്തോ പറയില്ലേ. പിന്നെ ശരത്തേനും ഇഷ്ടമാണ് ഞാൻ സാരിയെല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ 2-3 സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ പോവില്ലെന്നൊന്നും അറിയില്ല, എന്നാലും എന്തായാലും കല്യാണിൽ ഒരു ചെറിയ വിസിറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഈ കണ്ട നേരമായിട്ട് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് ഇന്ന്. അപ്പോൾ ശരത്തേട്ടൻ്റെ മാനേജർ, ഇപ്പം ശരത്തേട്ടൻ സീനിയർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുന്നേ ശരത്തേട്ടൻ്റെ മാനേജറായിരുന്നു കേട്ടോ ഈ സാറ്. അപ്പോൾ ആ സാറിൻ്റെ കുഞ്ഞിൻ്റെ രണ്ടാമത് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, ഒരു കുഞ്ഞു ബേബി ഗേളാണ്. അപ്പം ആ കുഞ്ഞിൻ്റെ പേരിടലാണ് ഇന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. JP നഗർ എത്തണം. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് ഇവിടെ നിന്ന്, ഏകദേശം 1.5-2 മണിക്കൂറോടെ എടുക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ലതായിട്ട് സമയമെടുക്കും. ഇന്ന് പക്ഷേ ചില ഭാഗങ്ങൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ചെറിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു താനും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെ കഴിഞ്ഞ് നേരത്തെ ഞങ്ങൾക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഒരുപാട് മരങ്ങൾ റോഡ് സൈഡിൽ 2 സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതില്ലാത്ത സ്ഥലങ്ങൾ തേടി പിടിച്ച് വെച്ച് പിടിപ്പിക്കുന്നതും കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് കാണുന്നതും. ഈ ഒരു തണലത്ത് കൂടെ ഇങ്ങനെ പോകുന്നതും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടുത്തെ റോഡുകളിൽ കൂടെ പോകാനായിട്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് കേട്ടോ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലെ റോഡ് സൈഡിലൊക്കെ നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൂടാ എന്നുള്ളത് കേട്ടോ. പക്ഷേ അതിനൊന്നും ആരും മുൻകൈ എടുക്കുന്നത് കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ ടൗണിലേക്ക് ഇറങ്ങിയ പൊരി വെയിലത്ത് കിടന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അല്ല. ഇതുപോലെ തണൽ മരങ്ങളുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അത്രയും വെയിലൊന്നും അടിക്കില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് നടന്ന് നീങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിധാൻ സൗദയുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് വീഡിയോ കവർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നതും അതിനകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നതും ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ
എപ്പോഴെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കുക കേട്ടോ. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ വീഡിയോസിൽ ഇതുവരയ്ക്കും കാണിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വെക്കേഷനൊക്കെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനലിൽ ഇതൊന്ന് വീഡിയോ ആക്കിയിട്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയോ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോ, വാതിൽ ശരിക്കും പൂട്ടിയോ, ലൈറ്റ് കെടുത്താൻ മറന്നോ, ഇങ്ങനെയുള്ള പല പല ചിന്തകളാണ് കേട്ടോ എനിക്ക് കാറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും തുടക്കത്തിലൊന്നും ഉണ്ടായിരിക്കില്ല, പാതി ദൂരം കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കട്ടെ. ഇങ്ങനത്തെ ചെറിയ കിറുക്കുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? എനിക്കിങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിതൊക്കെ ചെയ്തിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. എന്നാലും പാതി ദൂരം കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു സംശയം വരും. അപ്പോൾ ഞാൻ ശരത്തേനോട് ചോദിക്കും. അപ്പോൾ ശരത്തേനെ പറഞ്ഞ് നീ ഇതെല്ലാം ചെയ്തിട്ട് ഇറങ്ങിയേക്കണമെന്ന്. എനിക്കിങ്ങനെ ഒരു പേടിയുള്ള കാരണം കൊണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരത്തേനെ കൂടി നോക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചും യാത്ര ചെയ്തും ഒക്കെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാർട്ടി ഹാളായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നു. നമ്മൾ കാർ ഇതേ പാർക്ക് ചെയ്യാനായിട്ട് വാലറ്റ് പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ കയറുകയാണ് കേട്ടോ. അപ്പോൾ കയറുന്ന സ്ഥലത്ത് അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അമൃത് എന്നാണ് ആ സാറിൻ്റെ പേര് കേട്ടോ. പിന്നെ വൈഫിൻ്റെയും മൂത്ത ഒരു മോനുണ്ട്, നമ്മുടെ പിക്കുവിനെ കഴിഞ്ഞ് ഒരു വയസ്സിന് 2 വയസ്സിന് മൂത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ ഫങ്ഷനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പേരിടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന വശം പിള്ളേർ അവർക്കുള്ള പരിപാടികളിലേക്ക് കടന്നു. ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇവിടേക്ക് ഓടിപ്പോന്നു, കാരണം പേര് പറയാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞു ബേബി, ഇതാണ് കുഞ്ഞു ബേബിയുടെ പേര്. അപ്പോൾ പേര് നിങ്ങൾ കണ്ടില്ലേ, നക്ഷത്ര എന്നാണ് കുഞ്ഞിൻ്റെ പേര് കേട്ടോ. നല്ല പേരല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നക്ഷത്ര. അപ്പോൾ അവരുടെ ലൈഫിലെ നക്ഷത്രമായിട്ട് മാറട്ടെ അല്ലേ ആ കുഞ്ഞ്. അപ്പോൾ മൂത്ത മോനും കുഞ്ഞു ബേബിയും തമ്മിൽ ചെറിയ ഏജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പിക്കുവിനെ കഴിഞ്ഞു 1-2 വയസ്സിന് മൂത്താണ് അവൻ. പക്ഷേ ഇപ്പോഴാണ് രണ്ടാമതൊരു കുഞ്ഞു ബേബി ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും അതൊരു രസമാണ് അല്ലേ. അവന് ഒരു ചേട്ടനായിട്ട്, അവന് എന്താ പറയുക, അച്ഛൻ്റെ സ്ഥാനമായിരിക്കില്ലേ കുഞ്ഞിന് എപ്പോഴും. അപ്പോൾ അങ്ങനെ പേരിടലൊക്കെ കഴിഞ്ഞു. ഇവിടെ കുട്ടികൾക്ക് കയ്യിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെന്ത് പിക്ചർ പറഞ്ഞോ അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തോ അതായിരിക്കും കയ്യിൽ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്ക് യൂണിക്കോണിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് യൂണിക്കോൺ വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തനുക്കുട്ടി കയ്യിൽ യൂണിക്കോണിനെയൊക്കെ വരച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ കുട്ടികൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ വരയ്ക്കുന്ന ആൾക്ക് നല്ല പണിയായിരുന്നു. അപ്പോൾ തനുക്കുട്ടിയുടെ കയ്യിലെ യൂണിക്കോണിൻ്റെ വര കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പരിപാടിയിലേക്ക് കടന്നു. അടുത്തത് അവളുടെ പിക്ചർ, അവൾ അവിടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ പിക്ചർ ഇങ്ങനെ A4 ഷീറ്റിൽ വരച്ച് കൊടുക്കും കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എക്സാക്റ്റ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അയാൾ വരയ്ക്കുന്നത് കാണാനായിട്ട്. തനുക്കുട്ടിക്ക് പിന്നെ ഈ വക കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റ് ഒന്നും പിക്കുമോനില്ല കേട്ടോ. അവൾ പിന്നെ എല്ലാത്തിനും ചാടിക്കയറി ഇരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അവളുടെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഈ 2 കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ പരിപാടിയുണ്ട്, എന്തോ ബലൂൺ കൊണ്ട് എന്തോ ഉണ്ടാക്കി കൊടുക്കലൊക്കെ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തനിക്കുട്ടിയുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞത്. അതുവരെ അവൾ സ്റ്റേജിലേക്ക് വരാനോ കുഞ്ഞിനെ കാണാനോ ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിക്കുമോനോട് പറഞ്ഞിട്ടാ നീയും കൂടി ഒന്ന് ഇരിക്കടാ എന്ന്. അവനാണെങ്കിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ഈ വക കാര്യങ്ങൾക്ക്. എൻ്റെ നിർബന്ധത്തിലാണ് അവൻ അവിടെ ഇരിക്കുന്നത് കേട്ടോ. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ വളിച്ച് ചിരിച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം പിക്കുവിനെ പിടിച്ചിരുത്തി അവൻ്റെ പടവും വരച്ചു. പക്ഷേ അവൻ്റെ പടത്തിന് അവനായിട്ട് യാതൊരു ചായയും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അത് അവൻ്റെ കുറ്റമാണ്, അവൻ മര്യാദയ്ക്ക് ഇരിക്കാഞ്ഞിട്ടായിരിക്കും. വരയ്ക്കുന്ന ആൾക്ക് മുഖം നോക്കി വരയ്ക്കുമ്പോൾ പല പല മുഖഭാവങ്ങൾ കാട്ടിയാൽ പിന്നെ എങ്ങനെ വരയ്ക്കാനാ അല്ലേ. അപ്പോൾ അങ്ങനെ പിക്കുമോൻ്റെ പടം വര കഴിഞ്ഞു. ഇപ്പോൾ ഇത് ശരത്തേൻ്റെ ഒരു ഫ്രണ്ട് കുഞ്ഞാണ്, അതിൻ്റെയും പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശമൊക്കെ ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലെല്ലാം കയറി ഗിഫ്റ്റൊക്കെ കൊടുത്ത് സാറായിട്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ താഴെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര രസമാണ്, കാരണം ഒരുപാട് വിഭവങ്ങളുണ്ടായിരിക്കും.
ഇത് കണ്ടോ, വെണ്ടക്കായ ഉണക്കിയിട്ട് ഉള്ള ഫ്രൈ ആണ് കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു. കറുമുറു തന്നെയാണ് അത് കഴിക്കാനായിട്ട്. അതിൻ്റെ ഒരു രുചിയായിരുന്നു. അതിൻ്റെ കൂടെ കപ്പലണ്ടിയും കൂടി വറുത്തതുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു തോരനും അച്ചാറും പിന്നെ നമ്മുടെ കോണും ക്യാരറ്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരു തോരൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പോമഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഇത് കണ്ടോ, കുറച്ച് സ്വീറ്റ് ഐറ്റംസ്, പപ്പടം കണ്ടോ ഡബിൾ കളറ്, ഒരു കളറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫ്ലാഗ് പോലെ ഉണ്ടായിരുന്നു തന്നെ അല്ലേ. അപ്പോൾ പപ്പടം, പിന്നെ പായസം, ബോളിയില്ലേ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയുള്ള ബോളി, അതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസാല ദോശ വന്നു. മസാല ദോശയും അതിൻ്റെ ചട്നിയും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് അവർ വിളമ്പുന്നത്. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ പുലാവും അതിൻ്റെ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് ചോറ്, സാമ്പാർ, കേട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറെ 1-2 വിഭവങ്ങളൊക്കെ ഞാൻ എടുക്കാൻ മിസ്സായിപ്പോയി, കഴിക്കണ്ടേ നമുക്ക്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വയറ് ഫുട്ബോൾ പോലെ വീർത്തു. കാരണം അത്രയും വിഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം സംസാരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കണ്ട, നമ്മളവിടെ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ളവരും കാണണം, സംസാരിക്കുകയൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് എല്ലാം പകർത്താഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കില്ല കേട്ടോ. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ എന്താണോ അതാണ് നിങ്ങൾ കാണുന്നത്. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവും, ചിലപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് ഡേ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതായിരിക്കും, ഷോപ്പിങ്ങിന് പോകുന്നതായിരിക്കും, ഫംഗ്ഷൻസിന് പോകുന്നതായിരിക്കും, നാട്ടിൽ പോകുന്നതായിരിക്കും, എന്ത് വേണമെങ്കിൽ ആവാം. പിന്നെ ഇതിൽ നിങ്ങൾക്കും സജഷൻസ് പറയാൻ കേട്ടോ, ചേച്ചി ഇന്ന വ്ളോഗ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഗാർഡൻ റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡെയിലി ലൈഫ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.